ആനയാടാ ആനയാടാ. ഹലോ ഹൈ ഫ്രണ്ട്സ്, അതില്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി ചെറിയ ട്രിപ്പ് നെല്ലിയാമ്പതിക്ക് പ്ലാൻ ചെയ്തു. നമ്മൾ പാലക്കാട്ടുകാരുടെ അഹങ്കാരം തന്നെയാണ് നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി. രണ്ട് സൈഡും മലകളും ചെറിയ ചെറിയ നീർച്ചാലുകളും കുരങ്ങും കാട്ടുപോത്തും ആനയും മാനും അങ്ങനെയുള്ള ഒരുപാട് വന്യമൃഗങ്ങളും ഈ പറഞ്ഞ മല കയറ്റവും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു നല്ലൊരു വൈബാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയ സമയത്ത് അവിടെ കുറച്ചു ദൂരം നേരത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണ് നോക്കുന്ന സമയത്ത് അവിടെ സിംഹവാലം കുരങ്ങാണ്. അതായത് നമ്മുടെ അപൂർവങ്ങളിൽ കണ്ടുവരുന്ന ഒരു കുരങ്ങ് തന്നെയാണ് സിംഹവാലം കുരങ്ങ്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് തന്നെ പേടിയാവും നമുക്ക്. എന്തൊരു വലുപ്പമാണ് കാട്ടുപോത്ത്. ശരിക്കും ബാഹുബലിയിലെ പോത്തിനെ പോലെ ഉണ്ട് അതിനെ കാണാൻ. അതുപോലെ അങ്ങനെ കുറെ ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ നെല്ലിയാമ്പതി എത്താനായി ശരിക്കും കൃത്യമായിട്ട് കൈകാട്ടി എത്തിയത് നമ്മുടെ പോലീസ് മാമന്മാര് കൈ കാണിച്ചു. പിന്നെ ഭാഗ്യത്തിന് ഹെൽമെറ്റും ലൈസൻസും RC ബുക്കും ഇൻഷുറൻസും പൊല്യൂഷൻ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പോലീസ് അധികം ചെക്ക് ചെയ്ത് തന്നെ വിട്ടു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടോ നോക്കിയിട്ട് വേണം നമുക്ക് ആദ്യം വണ്ടി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ. സത്യം പറഞ്ഞാൽ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരു മലയുടെ മുകളിൽ മറ്റൊരു ലോകം തന്നെയാണ് നെല്ലിയാമ്പതി. അട്ടപ്പാടി എന്നൊക്കെ അവിടുത്തെ തുണിക്കട, പോസ്റ്റ് ഓഫീസ്, ചായക്കട എല്ലാം ഒരു നല്ല സ്നേഹമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നല്ല അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടിയിട്ടുള്ള ചായയാണ് അവിടെ. അത് തന്നെ ഒരു കാപ്പിത്തോട്ടം അപ്പുറത്തും രണ്ട് സൈഡും കാണുന്ന കാപ്പിത്തോട്ടം. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോടമഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. വലിയ രീതിയിൽ ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. സാധാരണ ബ്ലോക്ക് ഈ സൺഡേയിലൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടാവുന്നത്. എന്താണെന്ന് അറിയില്ല, ഇത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. സൂയിസൈഡ് പോയിന്റ് നമുക്ക് അവിടെ ഒരു നെല്ലിമരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു 2-3 വർഷം മുമ്പ് 2 പയ്യന്മാരെ നെല്ലിമരത്തിന് മുകളിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്ത് 2 പയ്യന്മാർ താഴത്തേക്കാണ്. ഒരാൾ മരിച്ചുപോയി, ഒരാൾക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ കമ്പിയിലേക്ക് വെച്ച് അടച്ച് നല്ല സേഫിലാണ് ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നത്. ഈ കാണുന്ന നെല്ലിമരത്തിന്റെ മുകളിലേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിൽ 2 പേര് അന്ന് താഴത്തെ വീണ് പോയത്. ഒരാൾ ബോധം കെട്ട് ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് മരത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു തോന്നുന്നു. ഈ താഴെ കാണുന്ന സ്ഥലമാണ് കൊല്ലംകോട് എന്ന് പറയുന്നത്. ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ കൊല്ലംകോട് എത്തുന്നതാണ് പറയുന്നത്. ആ കൊല്ലംകോട് പാടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കി കാണുന്നത്. അതാണ് കൊല്ലംകോടിന് ഭംഗി നെല്ലിയാമ്പതി മലനിരകളാണെന്ന് പറയാനുള്ള കാരണം. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും നെല്ലിയാമ്പതി പോയ സ്ഥിരമായിട്ട് കിടന്ന ഒരു പണിയാണ് അട്ടകടിക്കാന്ന് പറയുന്നത്. അത് നമ്മുടെ വിജീഷിനെ കിട്ടി. അട്ടകടിച്ച് നല്ല രീതിയിൽ ബ്ലഡ് പോയ ശേഷമാണ് പുള്ളിക്കാരനെ അട്ടകടിച്ച കാര്യം അറിയുന്നത്. ചെക്കന് ചെറുപ്പം മുതൽ ചോറുകൊണ്ട് തലവെടുത്തിരുന്ന ചെക്കനാണ്. അപ്പോൾ ഒരു ഭാഗത്തിരുന്നു അജയപ്പിളേക്ക് അവിടെ നിന്ന് ഓടിപ്പോയി കുറച്ച് ഇലയെ കൊണ്ടുവന്ന് അവിടെ കാലിൽ വെച്ചോടു. സംഭവം കുറച്ചു നേരം കഴിയുമ്പോഴും ചോര വിരലിൽ നിന്നും ബ്ലീഡിങ് നിന്നു. അതെല്ലാം കയറി നെല്ലിയാമ്പതിന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ബിരിയാണിയും കപ്പക്കറിയാണ്. അവിടെ നിന്നുള്ളൊരു തട്ടുകടന്ന് ബിരിയാണിയും കപ്പക്കറിയും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു പന്നിക്കുട്ടനെ കണ്ടത്. അങ്ങനെ പന്നിനെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് പോകുമ്പോഴേക്കൂടെ ആന നിൽക്കുന്നുണ്ടായിരുന്നു. ആന എങ്ങനെ മേയ്യ, നമുക്ക് ആന മേയണതൊക്കെ നെല്ലിയാമ്പതിയിൽ സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ഒരാനയല്ല, ആനയും ആന കുട്ടിയുണ്ട്. ഒരു കുട്ടി കൊമ്പനാണ് ആനയുടെ ബാക്കിൽ വരുന്നത്. അപ്പോൾ ഒന്നും ഉണ്ടത് പാവം പിടിച്ച് ആന അങ്ങോട്ട് താനേ നടന്നു പോകുന്നുണ്ട്. അവൻ ആരും ആന അങ്ങോട്ടും ഉപദ്രവിക്കാതെ ഇങ്ങോട്ടൊന്നും വന്ന് ഉപദ്രവിക്കില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇതുപോലുള്ള ആനകളെയും കുരങ്ങുവനെ കാണുമ്പോൾ അവരെ കയറി ചോറിന് പണി വാങ്ങാതിരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ മനുഷ്യന്മാരാണ് അവരുടെ സ്ഥലത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ പ്രകോപിപ്പിക്കുന്നത്. പലപ്പോഴും എപ്പോഴും ആനയുടെ അടുത്ത് കൂടെ സെൽഫി എടുക്കാൻ ആനയെ കല്ലെടുത്തിടാൻ നിൽക്കുമ്പോഴാണ് അത് ഇങ്ങോട്ട് വന്നിട്ട് ഉപദ്രവിക്കുന്നത്. അത് അതിനെ പറ്റിലും മണ്ടാതെ പോകും. ആ ആനകൾ പാവം ആരും മൈൻഡ് പോലും വെക്കാതെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നത് താനെ റോട്ടിൽ നിന്ന് കയറി അങ്ങനെ കാട്ടിലേക്ക് കയറിപ്പോയി. ഇതാണ് AVT കമ്പനി. അവിടുത്തെ ചായപ്പൊടി കമ്പനിയാണത്. ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടി കിട്ടും അവിടെ പോയാലും. എന്തായാലും ലാലേട്ടൻ പറഞ്ഞുള്ള ഉയരം കൂടുന്നതിനുള്ള സ്ട്രെസ്, വർക്കിന്റെ പ്രഷർ, ജോലി ഭാരങ്ങൾ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെ ചെറിയ ട്രിപ്പ് പോകേണ്ടത് മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. താങ്ക് യു.